ആയിരിക്കും നാടുവാഴിയുടെ ഉദ്ദേശം ഓർത്ത് പേടിക്കായിരുന്നു ഞാൻ. തിരുമേനി എന്താ പറഞ്ഞത്? ഒരു കൽപ്പനയായിരുന്നു ഇങ്ങോട്ട് തന്നത്. കൊച്ചു കുര്യാക്കോ അങ്ങോട്ട് ചെന്ന് തിരുമേനിയെ മുഖം കാണിക്കണമെന്ന്. കുഴപ്പമുള്ള കാര്യം മറ്റോ ആണോ? തിരുമേനിയുടെ മുഖഭാവം കണ്ടിട്ട് വലിയ പ്രശ്നമൊന്നുമല്ല. കൊച്ചു കുര്യാക്കോ നാളെ മുക്കോട്ടു മഠം വരെ ചെല്ലണം. അതെന്തിനാപ്പാ? തിരുമേനിക്ക് അവനോടെന്തോ പറയാനുണ്ടെന്ന്. എനിക്ക് അവരോടൊന്നും പറയാനില്ല. പിന്നെ ഞാനെന്തിനാ അവിടെ പോകുന്നേ? അതെന്തിനോ ആവട്ടെ, നാടുവാഴിയുടെ ഉത്തരവ് അനുസരിക്കാന്നുള്ളതാ ദേശത്ത് ജീവിക്കുന്നവരുടെ കടമ. വാഴുന്നവരാണെങ്കിലും ആജ്ഞ നടത്താൻ തക്ക കാരണങ്ങൾ വേണം. ആ കാരണങ്ങൾ നമുക്ക് ബോധ്യമാവുകയും വേണം. അതുകൊണ്ട് മുക്കോട്ടുമഠത്തിലേക്ക് പോകാൻ എനിക്കിപ്പോൾ പറ്റില്ല. പറ്റണം. നാടുവാഴിയുടെ ആജ്ഞ അനുസരിച്ചേ പറ്റൂ. ദൈവത്തിന്റെ ആജ്ഞയെ മനുഷ്യൻ അണുവിട തെറ്റാതെ അനുസരിക്കാൻ സാധിക്കൂ. മോനെ, നമ്മൾ ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ്. ഇവിടെ നമുക്ക് പല ആജ്ഞകളും പാലിക്കേണ്ടി വരും. ഇപ്പോ എന്നോട് അവിടെ മുഖം കാണിക്കാൻ പറയുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ലപ്പാ. ഏതായാലും ദുരുദ്ദേശങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കുടുംബക്കാരും നമ്മളും ഒക്കെ പരമ്പരയായിട്ട് മുക്കോട്ടുമഠത്തിന്റെ സേവകരാ. അതുകൊണ്ട് അവരോട് നമുക്കൊരു കടപ്പാടുണ്ട്. എന്റെ മകനായിട്ട് അത് ഇല്ലാണ്ടാക്കിയ പിന്നെ ഈ ദേശത്ത് എങ്ങനെ ജീവിച്ചു പോകാനാ? മോനെ, അപ്പം പറയുന്നത് അനുസരിക്ക്. മോൻ അവിടെ വരെ ഒന്ന് ചെല്ല്. അതുകൊണ്ട് ഒരു നഷ്ടവും വരത്തില്ല. പക്ഷെ അമ്മച്ചി, ഇവനെ അവിടെ വിളിച്ചു വരുത്തുന്നത് ഉപദ്രവിക്കാനല്ലെന്ന് എങ്ങനെ അറിയാം? നാടുവാഴി വർഗത്തെ വിശ്വസിക്കാനേ കൊള്ളത്തില്ല. അതുകൊണ്ട് അവിടെ പോകുന്ന കാര്യം നല്ലതുപോലെ ആലോചിച്ചിട്ട് മതി. അല്ല ചേട്ടാ, നാടുവാഴിയുടെ ഇപ്പോഴത്തെ കൽപ്പന അനുസരിക്കാൻ എനിക്ക് മനസ്സില്ല. എങ്കിലും എന്റെ അപ്പന്റെ ആജ്ഞ ഞാൻ അനുസരിക്കും.